എന്നിട്ട് മഹാനായ CM വലിയുള്ളാഹിയെ സംബന്ധിച്ചില്ലാത്ത കഥകളുണ്ടാക്കി അത് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം കൂടി കേൾക്കുക. മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ മാനേജറായിട്ടുള്ള C മുഹമ്മദ് ഫൈസിയുടെ പിതാവ് C അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹം സമസ്ത മുശാവറ അംഗമായിരുന്നു. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ബഹുമാനപ്പെട്ട സമസ്തയുടെ അജയ്യനായ ട്രഷററുമായ ശൈഖുനാ PP പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ. ആ രണ്ട് മഹാരഥന്മാർ C ഉസ്താദും പാറന്നൂർ ഉസ്താദും രണ്ടുപേരും കോഴിക്കോട്ട് ഒരു ദിവസം സമസ്തയുടെ മുശാവറ യോഗത്തിന് പോവാൻ. കോഴിക്കോട് സമസ്ത ഓഫീസിൽ മുശാവറ യോഗം നടക്കുന്നു. അതിനുവേണ്ടി ചെന്ന സമയത്ത് അല്പം നേരത്തെ എത്തിപ്പോയി. കാരണം ബാക്കിയുള്ള ആലിമീങ്ങളൊക്കെ പല ജില്ലകളിൽ നിന്ന് വരേണ്ടവരാണല്ലോ. നേരത്തെ എത്തിയപ്പോൾ പാറന്നൂർ ഉസ്താദും C മുഹമ്മദ് ഫൈസിയുടെ പിതാവും C ഉസ്താദും രണ്ടുപേരും പറഞ്ഞു, നമ്മൾ എന്നാ മൂപ്പന്റെ വീട്ടിലൊന്ന് പോവാൻ, മൂപ്പന്റെ വീട്ടിലൊന്ന് പോവാലോ, CM ഒന്ന് കാണാലോ. അങ്ങനെ CM വലിയുള്ളാഹിയെ കാണാൻ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാരും നെടിയനാട് ഉസ്താദും രണ്ടുപേരും മൂപ്പന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നു CM-മായി കുറെ സമയം സംസാരിച്ചു. പ്രസിഡന്റ് ഉള്ളാൾ തങ്ങളാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ. അങ്ങനെ നേരം വൈകിക്കൊണ്ട് രണ്ടാളുകൾ വന്നപ്പോൾ അധ്യക്ഷനായ ഉള്ളാൾ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ നേരം വൈകി? അപ്പോ ഇവര് മിണ്ടില്ല. ഉള്ളാൾ തങ്ങൾ വീണ്ടും ചോദിച്ചു, എന്താ നിങ്ങൾ നേരം വൈകാനുള്ള കാരണം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മൂപ്പന്റെ വീട് വരെ CM-നെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഉള്ളാൾ തങ്ങൾ രോഷാകുലനായിക്കൊണ്ട് മറുപടി പറഞ്ഞ് എന്താണെന്ന് അറിയുമോ? പാറന്നൂർ ഉസ്താദ് മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് ചെന്ന് അന്വേഷിക്കാവുന്നതാണ്. പാറന്നൂർ ഉസ്താദിനോടും നെടിയനാട് ഉസ്താദിനോടും ആ ഉള്ളാൾ തങ്ങൾ അവിടുന്ന് പ്രതികരിച്ചത്, നിങ്ങൾ തലയെക്കെട്ട് കെട്ടി താടി വെച്ച സമസ്തയുടെ മുശാവറാംഗങ്ങളായ നിങ്ങൾ നിസ്കരിക്കാത്ത പരിശുദ്ധ റമദാനിൽ പരസ്യമായി പച്ചവെള്ളം കുടിച്ച CM എന്ന് പറഞ്ഞ അവന്റെ പിന്നാലെ പോയോ? ഉള്ളാൾ തങ്ങളുടെ വാക്കാൻ, ഉള്ളാൾ തങ്ങളുടെ വാക്കാൻ. നിസ്കരിക്കാത്ത, അതുപോലെ പരിശുദ്ധ റമദാനിൽ പരസ്യമായി വെള്ളം കുടിച്ച് നടക്കുന്ന, താടി വടിച്ച് നടക്കുന്ന ആ CM-ന്റെ പിന്നാലെ സമസ്തയുടെ മുശാവറ നേതാക്കളായ നിങ്ങൾ തന്നെ പോവുകയോ? എന്നാൽ പൊതുജനം എന്താണ് മനസ്സിലാക്കുക? ഉഡായിപ്പ് കറാമത്തുകളൊക്കെ ഒന്ന് പറയണത് നിങ്ങൾ എന്താക്കണം, ഈ പറഞ്ഞ ആളോട് അതൊന്ന് നിർത്താൻ പറയണം. ഈ തരം ഉഡായിപ്പ് കറാമത്തുകൾ ഇത് കാരണം ഇസ്ലാമിലേക്ക് ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, സുന്നത്തി ജമാഅത്തിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, അതുപോലെ സംഘടനയെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമുക്ക് ആളുകളുടെ മുമ്പിൽ തലപൊന്തിച്ച് നടക്കാൻ പറ്റണില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് രസകരമായ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കേൾപ്പിച്ചത്. നമ്മൾ പലപ്പോഴും പറയലുണ്ട്, CM മടവൂർ നമസ്കരിക്കലില്ല, CM മടവൂർ നോമ്പെടുക്കലില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നോമ്പെടുത്ത് ചെന്നാൽ തന്നെ ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്രയും വലിയ ഇത് പരസ്യമായിട്ടാണ് വിളമ്പുകയാണ്. ഇവർ തന്നെയാണ് ഇതൊക്കെ കറാമത്ത് CM-നെ പറ്റി പറയുന്നത്. കാന്തപുര അബൂബക്കർ മുസ്ലിയാർ CM-നെ പറ്റി പറഞ്ഞ് മൂപ്പര് അതിനു വേണ്ടി ജീവിക്കുന്ന ആളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കൂടാരത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത് പുറത്തേക്ക് വരുന്നത്. ഉള്ളാൾ തങ്ങൾ എന്ന് പറഞ്ഞ ആരാ? അത് കാന്തപുര വിഭാഗത്തിൻ്റെ ആളാ. അപ്പോൾ രണ്ട് മുശാവറ അംഗങ്ങൾ CM മടവൂരിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്ന് CM-നെക്ക് വേണ്ടി തിരിച്ചു വന്നപ്പോൾ യോഗത്തിന് എത്താൻ കുറച്ച് വൈകി. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, അല്ല എന്താണ് നേരെ? അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ CM-നെ കാണാൻ വേണ്ടി പോയത്, വലിയ മഹത്തായിട്ട് പറഞ്ഞതാ. അപ്പോൾ എന്താണ് ഉള്ളാൾ തങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ മുശാവറ അംഗങ്ങളാണ്, നിസ്കരിക്കാത്ത, പരിശുദ്ധ റമദാൻ നോമ്പെടുക്കാത്ത, താടി വടിക്കുന്ന CM എന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ പോണോന്ന്. ഇപ്പൊ CM ആരാണ് എന്ന് വളരെ വ്യക്തമായില്ലേ? അല്ലെ, നമുക്ക് ഇവരെ വർത്തമാനം കേൾക്കണേ നമുക്ക് മുമ്പേ അറിയാം. പക്ഷെ ഇവരെ കൂടാരത്തിൽ നിന്ന് ഇത് പരസ്യമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇവർ തന്നെ അത് തുറന്ന് സമ്മതിക്കുകയാണ്. നമസ്കരിക്കലില്ല, നോമ്പെടുക്കലില്ല, പരിശുദ്ധമായ റമദാനിലൊക്കെ വെള്ളം കുടിച്ചിട്ട് നടക്കും. അത് EK സമസ്തക്കാരും അംഗീകരിക്കുന്നുണ്ട്. ഇക്കാര്യം നമസ്കരിക്കലില്ല, നോമ്പെടുക്കലില്ല, റമദാനൊക്കെ ചോറിന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മൊയിലക്കന്മാർ ഒരുപാടുണ്ട്. അപ്പൊ ഇതാണ് കോലം. അപ്പൊ ഇവരുടെ CM മടവൂരിന്റെ അവസ്ഥ ഇതാണ്. ഇത് നമ്മൾ മനഃപൂർവ്വം പറയല്ല.
ഇത് കൃത്യമായിട്ട് ഇവരുടെ പുസ്തകങ്ങളിൽ തന്നെ സി എം മടവൂരിനെ പറ്റിയുള്ള പുസ്തകത്തിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് മൂപ്പര് സ്വർണം ധരിച്ചിരുന്നു, മൂപ്പര് ക്ലീൻ ഷേവ് ആണ്, നോമ്പെടുക്കലില്ല, നമസ്കരിക്കലില്ല, ഇതൊക്കെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ. അതിപ്പോ ഇവർ രണ്ടാളും അവിടെ പോയതിലിപ്പോ ഉള്ളാൾത്തങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളൊക്കെ ഇത് പഠിപ്പിച്ച ഔലിയാക്കന്മാരെ കോലതാണ്. കാരണം വെച്ചാല് മുണ്ടെടുക്കാത്ത, തലയ്ക്ക് ഭ്രാന്തുള്ള, നമസ്കരിക്കാത്ത ആള് അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഔലിയാവുള്ളൂ. അങ്ങനെ എത്രയോ ആൾക്കാരെ നിങ്ങൾ ഔലിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഓച്ചിറ ഉപ്പാപ്പാടെ അവസ്ഥ എന്താണ്? ആള് മുസ്ലിം അല്ല, എന്നിട്ട് പിന്നെ അത് ജാറമാണ് ഔലിയാണെന്നൊക്കെ കെട്ടി പറഞ്ഞ് പാട്ട് പാടി ചെണ്ട കൊട്ടി ജനങ്ങളൊക്കെ അറിയിച്ച് വലിയ മഹത്വം പറഞ്ഞ് ഇത് പഠിപ്പിച്ചതാരാ? നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ 1 2 മുഷാവർ അംഗങ്ങൾ അങ്ങോട്ട് പോയത് കൊണ്ട് ഇപ്പൊ ഇത്ര ചൂടാവാനുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ പഠിപ്പിച്ച വഴി കൂടെ ആ മുഷാവർ അംഗങ്ങൾ പോയി. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് ഇവര് നാഴികക്ക് 40 പ്രാവശ്യം കറാമത്ത്, കുത്തുബുല്ല കുത്താബ്, ഗൗസുല്ലാഹം എന്നൊക്കെ പറഞ്ഞിട്ട് മുദബ്ബിറുൽ പിന്നെ ലോകം നിയന്ത്രിക്കുന്ന മഹാൻ, ഖബറിൽ നിന്ന് കാണും, ഖബറിൽ ഇടപെടാൻ കഴിയും എന്നൊക്കെ പറയുന്ന വിളമ്പുന്ന ആളുണ്ടല്ലോ. ആ ആളെ കോലം ഉള്ളാൾത്തങ്ങൾ പറഞ്ഞതാണ് നമ്മളെ മുസ്ലിയാർ നേരത്തെ സംസാരിച്ചത്. മറ്റേ മുസ്ലിയാർക്ക് ഈ കറാമത്ത് കേട്ട് 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 അദ്ദേഹം ഇങ്ങനെ തോറ്റു പോകുകയാണ്. അദ്ദേഹം തന്നെ പറയാ, ഈ ഉടായ്പൊക്കെ നിർത്തേണ്ട സമയമായിന്ന്, ഇതൊക്കെ നിർത്തണം. കാരണം എന്താ അപ്പോൾ ഇവരുടെ കറാമത്ത് ഉടായ്പാണെന്ന് മനസ്സിലായില്ലേ? നമ്മളൊക്കെ, നിങ്ങൾ ഇപ്പോഴല്ലേ നിർത്താൻ പറയും, നമ്മളൊക്കെ എത്ര കാലം ഈ പരിപാടി ഉടായ്പാണ്, ഇത് കള്ളക്കറാമത്തുകൾ, ഇല്ല മഹാന്മാരുടെ പേര് മഹാന്മാരാണ് എന്നുള്ള പേരും പറഞ്ഞിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട്, മരിച്ചുപോയവർക്ക് മഹത്വം കൂടുകയാണല്ലോ. ജീവിച്ചിരിക്കുന്നവരെക്കാൾ മഹത്വം അവർ മരിക്കുമ്പോഴാണ് പിന്നെ കെട്ടിപ്പൊക്കലും പിന്നെ അവിടെ നേർച്ച ഉറൂസൊക്കെ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ഉടായ്പ കറാമത്ത് നിർത്തണം എന്ന് പറഞ്ഞത് നമ്മൾ എത്ര കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടരെ, നമുക്കത് കൃത്യമായി മനസ്സിലായത് ഉടായ്പാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞ് നിർത്ത് എന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ നില വിളിച്ച് വല്ല കാര്യമുണ്ടോ? അപ്പൊ മുസ്ലിയാർക്ക് പറയുന്നത് നിർത്തണം. അപ്പൊ എന്താ കാരണം എന്ന് പറയാം. അപ്പൊ ഉടായ്പാന്ന് മനസ്സിലായില്ലേ? ഇവരിപ്പോ പറഞ്ഞുണ്ടാക്കിയ കറാമത്തൊക്കെ എന്താണ്? ഉടായ്പാന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അത് മറ്റേ മൊയ്ലാര് പറഞ്ഞതും കൃത്യമാണ്, മൂപ്പര് പറഞ്ഞതും കൃത്യമാണ്. അത് മാത്രമല്ല, അതിന് കാരണം പറയും. ഉടായ്പ കറാമത്തുകൾ പറഞ്ഞാല് എന്താണ് കാരണം? അതുകൊണ്ടാണ് കേട്ടോ ഇത് പറയണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇത് തുടർന്ന് പറയുന്നുണ്ട് ആൾക്കാർ. ഇപ്പൊ സി എമ്മിനെ പറ്റി പറയരുതെന്ന് പറഞ്ഞ ഉള്ളാൽ തങ്ങൾ ആ സി എമ്മിനെ പോയി കാണാൻ വേണ്ടി പോയതിന്റെ പേരിൽ ആക്രോശിച്ച് ദേഷ്യപ്പെട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഈ സി എമ്മിന്റെ മദ്ഹ് പറയും നിർത്തിയോ? ഇല്ല. അവരെ കൂടാരത്തിൽ തന്നെ പുറന്ന് പോയ ആൾക്കാരൊക്കെ പുസ്തകം അടിച്ചിറക്കി, നോട്ടീസ് അടിച്ചിറക്കിയിട്ട് വാൾ പോസ്റ്റും വെച്ചിട്ട് ഇപ്പൊ ബാനറും വെച്ചിട്ട് ലോകം നിയന്ത്രിക്കുന്ന മഹാനാണ് എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാന്തപുരത്തിന് സി എം വായ തുറന്ന അപ്പൊ സി എം ആണ്, കാന്തപുരത്തെ നിയന്ത്രിക്കുന്ന സി എം ആണെന്ന് വരെ പറഞ്ഞു പോയി. അതടക്കം ആള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ സി എമ്മിന്റെ പുറകെ തന്നെയാണ് ഈ കൂട്ടരൊക്കെ. അപ്പൊ ഇവര് പറയുന്ന അർത്ഥമില്ല, ഇവര് പറയുന്നതില് ഒരു യാഥാർത്ഥ്യം വേണ്ടേ? അതില്ല പറയുന്നതില്. ഇതിങ്ങനെ പറയുകയും ചെയ്യും, അവരെ കൂടെ കൂടുകയും ചെയ്യും. അപ്പൊ മറ്റേ മുസ്ലിംകൾക്ക് ഇപ്പൊ ഇത് പറഞ്ഞ് കേട്ട് ഉടായിപ്പാണെന്ന് മൂപ്പർക്കും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് കുറേ കേൾക്കുമ്പോഴേ ഇത് ഒരു കറാമത്ത് ഇവിടെ പറഞ്ഞാൽ അപ്പുറത്ത് പോയി അതേ കറാമത്ത് ആള് മാറ്റി പറയാണ്. അവിടെ പോകുമ്പോൾ ഈ ആളെ പേരും സാഹചര്യവും സ്ഥലവും ഒക്കെ മാറും. കറാമത്ത് ഒന്ന് തന്നെ, പക്ഷെ ആളെ പേരൊക്കെ മാറും. ഇതിങ്ങനെ കേട്ട് മൂപ്പർക്ക് ഇത് നിർത്തി തന്നെ പറ്റുള്ളൂ. കാരണം ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കും, ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുന്നില്ല, സംഘടന തെറ്റിദ്ധരിക്കും, തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല എന്ന തല ഇനി നിങ്ങൾക്ക് ഉയർത്താൻ തീരെയും പറ്റൂല. ഈ രൂപത്തിൽ ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. സംഘടന നേതാക്കന്മാർക്ക്, സമസ്തകൾക്കൊക്കെ, ഒരു സമസ്തയല്ല എല്ലാ സമസ്തക്കാർക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു കാലഘട്ടം വരും. കാരണം അതുപോലെ ജനങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആകെ സമൂഹത്തിൽ അവഹേളിക്കുന്ന ഒരു കാലഘട്ടം വരും. കാരണം ഇത് തൗഹീദിനെതിരാണ് നിങ്ങൾ ഈ നടത്തുന്ന പരിപാടിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തലമുറത്തി നടക്കാൻ പറ്റില്ല ഇത് അവസ്ഥ. എന്തുകൊണ്ട്? കുറച്ച് ഉടായ്പ പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങൾ കാട്ടുന്ന ഉടായ്പ മൊത്തം പറയുകയാണെങ്കിലോ എന്താ അവസ്ഥ? എങ്ങനെ ആൾക്കാരെ മുഖത്താക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ കിടന്ന് മോങ്ങിക്കറി, രണ്ട് കൂട്ടരും മോങ്ങിക്കറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ അപ്പോഴത്തെ ആവേശത്തിന് പറഞ്ഞെങ്കിലും പിന്നീട് നിങ്ങളും സി എമ്മിന്റെ പിന്നെ മുരീദന്മാർ തന്നെയാണ്. ലോകം നിയന്ത്രിക്കുന്നത് സി എം ആണെന്ന് വിശ്വസിക്കുന്നവരാ നിങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിൽ ആത്മാർത്ഥതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തല നിർത്തി നടക്കാൻ പറ്റുന്നില്ല ഉടായിപ്പ് കറാമത്ത് കാരണം. പക്ഷെ ഇനി നാളെ നിങ്ങൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ജനങ്ങളെ ദീൻ പഠിപ്പിച്ച് കൃത്യമായ ആദർശത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയിക്കോ, എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.